ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. ദേവസ്വം ബോർഡിനെ ശകുനിയെപ്പോലെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്നും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് സർക്കാരാണെന്ന് അദ്ദേഹം വിമർശിച്ചു. മാരീച്ച വേഷം ധരിച്ചാണ് സർക്കാർ വരുന്നതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇവിടുത്തെ വിശ്വാസികൾക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് ലക്ഷ്യം വെച്ചാണ് തങ്ങളും ഭക്തർക്കൊപ്പമെന്ന് CPM പറയുന്നത്. അയ്യപ്പന്റെയും വിശ്വാസികളുടെയും പേര് പറഞ്ഞ് സാമ്പത്തിക തട്ടിപ്പ് നടത്താനാണ് സർക്കാരിന്റെ ശ്രമമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെതിരെ ഹൈക്കോടതി അടക്കം വിമർശനങ്ങളും ചില നിരീക്ഷണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ചേരുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇങ്ങനെ അത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ശബരിമല യുവതീ പ്രവേശന സമയത്ത് സംസ്ഥാന സർക്കാർ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് വിശ്വാസികൾ കണ്ടിട്ടുള്ളതാണ്, കേരള സമൂഹം കണ്ടിട്ടുള്ളതാണ്. എന്താണ് മാഷെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ എന്താണ് മാഷയുടെ? ഒരു അയ്യപ്പ സംഗമവും അതൊരു ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്താൻ ആർക്കും അവകാശമുണ്ട്. പക്ഷേ ആരാണ് നടത്തുന്നത്, എന്തുദ്ദേശത്തോടു കൂടിയാണ് നടത്തുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ശകുനിയെപ്പോലെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് നടത്തുന്നത് സംസ്ഥാന സർക്കാരാണ്. അവർ പറയുന്നത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ ഒരാഗോള സംഗമമാണ് പമ്പയിൽ വെച്ച് നടത്താൻ പോകുന്നത് എന്നാണ്. ഭക്തന്മാരുടെ നിർവചനം എന്താണ്, ഭക്തൻ്റെ നിർവചനം എന്താണെന്ന് ഗീത പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥ ഭക്തന്മാരെന്ന് പറയുന്ന ഈ ഗവൺമെൻറ് പറയുന്ന ഇത് സംഘടിപ്പിക്കുന്ന ആളുകളുടെ ലക്ഷണം? അവർ ശബരിമലയിലെ പൗരാണികമായ ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ശക്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, മെഷീനറി ഉപയോഗിച്ച് ശബരിമലയിലെ ആചാരം ലംഘിക്കാൻ വേണ്ടിയിട്ട് അർദ്ധരാത്രി ചില യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിച്ച് കോടിക്കണക്കിന് അയ്യപ്പ ഭക്ത വിശ്വാസികളുടെ ഹൃദയം തകർത്ത ആളുകളാണ്. ശബരിമലയിലെ യുവതീ പ്രവേശന വിധി വന്ന സമയത്ത് അതൊരു സുവർണാവസരമായി കണ്ടുകൊണ്ട് ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച ആളുകളാണ്. അതിനെതിരായിട്ട് ന്യായമായി സമരം ചെയ്ത വിശ്വാസികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് നാമജപം നടത്തിയ സംഭവത്തിൽ കേസെടുത്ത് ജയിലിലടച്ചവരാണ്. യുവതീ പ്രവേശനം നടത്തിയതിനെതിരായിട്ട് ചോദ്യം ചെയ്ത ആളുകളെ പരിഹസിച്ചവരാണ്. ആയിരക്കണക്കിന് ആളുകളെ അതിക്രൂരമായി മർദ്ദിച്ചവശരാക്കിയവരാണ്. പോലീസ് രാജി നടത്തിയവരാണ്. നിരവധി അയ്യപ്പ ഭക്തന്മാരെ അതിക്രൂരമായി വിശ്വാസി സമൂഹത്തിൻ്റെ കൂടെ നിന്നു എന്ന കാരണത്താൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയവരാണ്. നിരവധി ആളുകളെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടവരാണ്. ഭക്തർക്കൊപ്പം നിന്നു എന്നതിൻ്റെ പേരിൽ ഇത്രയും പീഡനങ്ങൾ ചെയ്ത ആളുകളാണിപ്പോൾ യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇവരിപ്പോൾ മാരീച വേഷം ധരിച്ചാണ് വരുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകമെല്ലാം ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാർക്കുണ്ട്. മാരീചനായി വന്നത് അസുരനാണെന്ന് ശ്രീരാമന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മാരീചൻ ഇപ്പോൾ എന്തിനാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും അതുപോലെ തന്നെ തിരിച്ചറിവുമെല്ലാം ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികൾക്കുണ്ട്. അവർ തെരഞ്ഞെടുപ്പ് ലാക്കിക്കൊണ്ടാണ്, വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, തങ്ങളും ഭക്തർക്കൊപ്പം ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടികളെല്ലാം നടത്തുന്നത്. വളരെ വ്യക്തമാണ്. അവർ പറയുന്നൊരു കാര്യം, ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് ഈ സംഭവം നടത്തുന്നതെന്നാണ്. ചോദ്യം, ദേവസ്വം ബോർഡ് ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ബോർഡാണോ? ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 1200-ലധികം ക്ഷേത്രങ്ങളുണ്ട്.
ആ ക്ഷേത്രങ്ങളുടെ ഒന്നും പേരിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നില്ലല്ലോ. ശബരിമലക്ക് ക്ഷേത്രത്തിന് മാത്രമായൊരു ദേവസ്വം ബോർഡ് ഉണ്ടോ? ഗുരുവായൂർ ക്ഷേത്രത്തിന് മാത്രമായൊരു ദേവസ്വം ബോർഡുണ്ട്. അത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. അങ്ങനെയാണോ ഈ ദേവസ്വം ബോർഡ്? അപ്പോൾ എന്താണ് ഉദ്ദേശമെന്ന് വളരെ വ്യക്തമാണ്. ഒരു കാര്യം അവർ വ്യക്തമാക്കേണ്ടതുണ്ട്, സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്, ദേവസ്വം ബോർഡ് വ്യക്തമാക്കേണ്ടതുണ്ട്. യുവതീ പ്രവേശനത്തിന് ഇടയാക്കിയ കോടതി വിധി ഉണ്ടായതെങ്ങനെയാണ്? കേരള ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും വന്ന് തങ്ങൾ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ തങ്ങൾക്ക് സമ്മതമാണ്, യുവതീ പ്രവേശനം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, അതാണ് അഭിപ്രായം എന്നാണ് കോടതിയോട് കേരള ഗവൺമെൻറ്റും CPM-ൻ്റെ ഗവൺമെൻറ്റും CPM-ൻ്റെ ദേവസ്വം ബോർഡും കോടതിയിൽ പറഞ്ഞത്. ആ ഒരു കാര്യമാണ്. എന്താ കാര്യത്തിലുള്ള നിലപാട്? ആ നിലപാട് തിരുത്താതെ, ആ നിലപാട് തെറ്റായിരുന്നുവെന്ന് സമ്മതിക്കാതെ, ആ നിലപാടിൻ്റെ പേരിൽ വേട്ടയാടിയ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയവേദനയ്ക്ക് മാപ്പ് പറയാതെ എങ്ങനെയാണ് ഇവർ ഭക്തന്മാരുടെ പേരും പറഞ്ഞ് രംഗത്ത് വരുന്നത്? ഏറ്റവും ചുരുങ്ങിയത് ഇത്തരമൊരു കാര്യം ചെയ്യണമെങ്കിൽ കേരള ഗവൺമെൻറ്, അതേ ഗവൺമെൻറ് തന്നെയാണല്ലോ ഇപ്പോൾ ഉള്ളത്, പിണറായി സർക്കാരാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റല്ലേ മാറിയിട്ടുള്ളൂ. ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ ഭിക്ഷാംദേഹിയായി CPM-ൻ്റെ പുറമ്പോക്കിൽ വന്ന് കിടന്ന് ഈ അടുത്ത് കുടികിടപ്പ് അവകാശം കിട്ടിയ ഒരാളാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് ഈ നയങ്ങൾ തീരുമാനിക്കുന്നതിൽ എന്ത് അവകാശമാണുള്ളത്? ഒന്നുമില്ല. ഇത് പാർട്ടിയുടെ തീരുമാനമാണ്. ആര് പങ്കെടുക്കും പങ്കെടുക്കരുത് എന്ന് പറയുന്നത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. അപ്പോൾ CPM-ൻ്റെ അജണ്ടയാണ് ഗവൺമെൻറ്റിലൂടെ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്നത് എന്ന് വ്യക്തമാണ്. ഒരു വ്യക്തത കൂടി മാഷേ, അതായത് ഈ സംഗമത്തിൽ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ്. അത് പലതരം കാറ്റഗറി തിരിച്ചിട്ടാണ് എന്ന് പറയുന്നു. ഈ ഭക്തന്മാർക്കിടയിൽ എങ്ങനെയാണ് ഈ കാറ്റഗറി? അല്ല, അയ്യപ്പൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യന്മാരാണ്. അയ്യപ്പൻ എന്നാണ് പറയുന്നത്. VIP അയ്യപ്പനോ അല്ലെങ്കിൽ സാധാരണ അയ്യപ്പനോ അങ്ങനെ ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാത്തൊരു ക്ഷേത്ര സങ്കേതമാണ് ശബരിമല. അവിടെ മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്വാമിയാണ്, എല്ലാവരും അയ്യപ്പനാണ്. ഭക്തൻ ഈശ്വരനായി മാറുന്ന തത്വമസി എന്ന മഹത്തായ ഉപനിഷത്ത് മഹാവാക്യത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു മഹാസന്നിധിയാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ വിവേചനം വരിക, അവിടെ ചില ആളുകൾക്ക് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണന നൽകുക, ഭക്തന്മാരായ ആളുകൾക്ക് അവരെ രണ്ടായി തിരിക്കുക അല്ലെ നാലായി തിരിക്കുക എന്ന് പറയുമ്പോൾ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ കൂട്ടർ അയ്യപ്പൻ്റെ മുമ്പിൽ പോലും ഭക്തന്മാരെ പല തട്ടുകളിലാക്കി നിർത്തുകയാണ്. ഈ വിവേചനം അയ്യപ്പൻ പൊറുക്കാത്ത കാര്യമാണ്. അയ്യപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം സമത്വമാണ്. ആ സമത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരുമയാണ്. അതിനെ തകർക്കാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്, തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. അയ്യപ്പ ഭക്തന്മാരുടെയും വിശ്വാസികളുടെയും പേര് പറഞ്ഞുകൊണ്ട് ലോകത്തെമ്പാട് നിന്നും മറ്റെല്ലാ കാര്യങ്ങളിലും ചെയ്യുന്നത് പോലെ പണം വെട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. വിശ്വാസികളാരും ഇതിൽ കുടുങ്ങില്ല. യഥാർത്ഥ വിശ്വാസികൾക്കാർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. കാരണം അത്രയും ഹൃദയം നുറുങ്ങി വേദനയോടുകൂടി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയിട്ട് CPM-ഉം ഗവൺമെൻറ്റും ആ കാലഘട്ടത്തിൽ നടത്തിയ എല്ലാ തരത്തിലുള്ള നികൃഷ്ടമായ പരിശ്രമങ്ങൾക്കെതിരായും പ്രതിഷേധിച്ച ആളുകൾക്ക്, ഇവിടുത്തെ കോടിക്കണക്കിന് അമ്മമാരുടെ, ഇവിടുത്തെ ഭക്തന്മാരുടെ നീറിപ്പുകയുന്ന ഹൃദയത്തിൻ്റെ വികാരങ്ങൾ അനുഭവിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഈ കപടമായ വോട്ടിന് വേണ്ടിയിട്ടുള്ള കാപട്യത്തിൻ്റെ കൂടെ സഹകരിക്കാൻ സാധിക്കുക, പങ്കെടുക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഇവരാദ്യം ചെയ്യേണ്ടത് ഗവൺമെൻറ് എടുത്ത ഈ തെറ്റായ തീരുമാനം അത് തെറ്റാണെന്ന് സമ്മതിക്കുക, സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കുക. അതുപോലെ തന്നെ സർക്കാരിൻ്റെ തെറ്റായ നയം മൂലം തെരുവിലിറങ്ങേണ്ടി വന്നതുകൊണ്ട് മാത്രം കാരാഗൃഹത്തിൽ അടക്കപ്പെട്ട, കേസിലകപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഗവൺമെൻറ് വാഗ്ദാനം ചെയ്തിരുന്നു ആ കേസുകളൊക്കെ പിൻവലിക്കുന്നു.
പക്ഷേ ഏത് കേസാണ് പിൻവലിച്ചത്? അക്രമ സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. അക്രമ സ്വഭാവമുള്ള കേസുകൾ ആക്കിയതാരാണ്? ആരാ വകുപ്പ് ചേർത്തത്? ഈ അയ്യപ്പ ഭക്തന്മാരോട് പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറിയിട്ട് അവരെ എല്ലാ കാലത്തും ജയിലിലടക്കണം എന്ന പിണറായി സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് തിട്ടൂരമനുസരിച്ച് ഇട്ട വകുപ്പുകൾ അനുസരിച്ചാണ് കേസുകൾ അക്രമ സ്വഭാവമുള്ളതായി മാറിയത്, ക്രിമിനൽ സ്വഭാവമുള്ളതായി മാറിയത്. നിരപരാധികളെയാണ് കള്ളക്കേസിൽ കൊടുത്തിരിക്കുന്നത്. ശബരിമല കർമ്മസമിതിയുടെ ഹിന്ദു ഐക്യവേദിയുടെയും സംസ്ഥാന നേതാക്കളായ ആളുകൾ, ശശികല ടീച്ചർ ഉൾപ്പെടെ, SJR കുമാർജി ഉൾപ്പെടെ, രാധാകൃഷ്ണൻ സാർ ഉൾപ്പെടെ, സെൻകുമാർ സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവരുടെ പേരിലേക്ക് 1000-ഓളം കേസുകളാണ് ഓരോരുത്തരുടെയും പേരിലുള്ളത്. ലോകത്തെവിടെയെങ്കിലും ഇങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ടോ? ശശികല ടീച്ചർ എല്ലാ ജില്ലകളിലും പോയി ഒരേ സമയം വാഹനത്തിന് കല്ലെറിഞ്ഞു, ഓഫീസുകൾ ആക്രമിച്ചു, പോലീസിനെ ആക്രമിച്ചു, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കേസെടുത്തിരിക്കുകയാണ്. ഇവരുടെ എല്ലാവരുടെയും പേരിൽ കേസെടുത്തിരിക്കുകയാണ്. സെൻകുമാർ സാറിനെ പോലെ DGP ആയിരുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഇത്രയും നിയമവിരുദ്ധമായി ഇത്തരം ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഈ ഗവൺമെൻറ് എത്ര പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് അയ്യപ്പ വിശ്വാസത്തെയും അയ്യപ്പനുമായിട്ടുള്ള ആ ക്ഷേത്രത്തിലെ ആ കോടതി വിധിയുമായി ബന്ധപ്പെട്ടും ഈ സർക്കാർ പ്രവർത്തിച്ചത് എന്ന് അതിൽ നിന്ന് വ്യക്തമല്ലേ? ഇതൊന്നും ചെയ്യാതെ, ആ കേസുകളൊന്നും പിൻവലിക്കാതെ ഇവരാരുടെ കൂടെയാണെന്ന് പറയുന്നത്? ഏത് ഭക്തന്മാരുടെ കൂടെയാണെന്ന് പറയുന്നത്? അതുകൊണ്ട് ഗവൺമെൻറ്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ദേവസ്വം ബോർഡിന് സത്യസന്ധതയുണ്ടെങ്കിൽ അവർ ഈ തെറ്റായ നിലപാടുകൾ തിരുത്തിയിട്ട് ഭക്തജന സമൂഹത്തോട് നിർവ്യാജം മാപ്പ് പറയാൻ തയ്യാറാകുക. അങ്ങനെ മാപ്പ് പറയാൻ തയ്യാറാകുകയാണെങ്കിൽ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഉദ്ദേശശുദ്ധി ഉണ്ടെന്ന് പറയാം. ഇപ്പോഴത്തെ എല്ലാം കാപട്യമാണ്, ആളുകളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ്. ഒരൊറ്റ ഭക്തനും ഈ നീക്കത്തിൽ വീഴാൻ പോകുന്നില്ല. പക്ഷെ ഇപ്പം നമുക്ക് CPM നേതാക്കന്മാരുടെ മുൻകാല ചില പ്രസ്താവനകളുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്ന വിശ്വാസികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ. അത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി അടക്കം നടത്തിയ ചില പ്രസ്താവനകളുണ്ട്. അപ്പം അതുമാത്രമല്ല, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവരെടുത്ത തീരുമാനങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തെ തകർക്കുന്ന രീതിയിലാണെന്ന് തുടക്കം തൊട്ടേ ആരോപണങ്ങൾ ഉയർന്നതാണ്. അത്തരത്തിൽ ഒരു നിലപാടെടുത്ത ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഈ വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിന് പിന്നിൽ ഈ ലക്ഷ്യം, അതായത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മാത്രമായിട്ട് ആണോ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും. മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ അല്ല, CPM നേതാക്കന്മാർ അത്തരം പ്രസ്താവന നടത്തിയതിന് നമുക്കെങ്ങനെയാണ് കുറ്റം പറയാൻ സാധിക്കുക? അവർ പറയുന്നത് ഇതൊക്കെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പിൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് പറയുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ ആൾക്കാർക്ക് ക്ഷേത്രത്തെ, വിശ്വാസത്തെ, ആത്മീയതയെ തള്ളിപ്പറയാതെ എങ്ങനെയാണ് അവർക്ക് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിലനിൽക്കാൻ സാധിക്കുക? അപ്പോൾ അതുകൊണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ, ക്ഷേത്രത്തെ ആക്ഷേപിച്ചത്, വിശ്വാസത്തെ ആക്ഷേപിച്ചത്, ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്, അതവരുടെ പ്രഖ്യാപിത നിലപാടാണ്. അതാണ് അവരുടെ ആശയം. അതുകൊണ്ട് അവർക്കങ്ങനെ പറയാൻ പറ്റും. ഇപ്പോഴുള്ളതെല്ലാം മുഖംമൂടിയാണ്. ഈ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇപ്പം വരുമ്പോൾ യഥാർത്ഥ ഭക്തന്മാർക്ക് എന്താ ഇവരുടെ ഉദ്ദേശം എന്നൊക്കെ വ്യക്തമാവും. ഇപ്പോൾ പലയിടത്തും, ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുന്നുണ്ട്. ആ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുന്നത് തടയാൻ വേണ്ടിയും തടസ്സപ്പെടുത്താൻ വേണ്ടിയും അവർ ശ്രമിക്കുകയാണ്. ഒരു ഭാഗത്ത് അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ പെരളശ്ശേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. CPM-ന് സാമാന്യം ശക്തിയുള്ള സ്ഥലമാണല്ലോ പെരളശ്ശേരി. കഴിഞ്ഞ വർഷം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ ശോഭായാത്ര അവസാനിപ്പിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ പെർമിഷൻ കൊടുത്തതാണ്. CPM നേതൃത്വം ഇടപെട്ട് ഭീഷണിപ്പെടുത്തി അത് പിൻവലിപ്പിച്ചു. ഇപ്പോൾ അതേ സ്ഥലത്ത് തന്നെ, അതിനടുത്ത് തന്നെ മറ്റൊരു ക്ഷേത്രത്തിലെ ഭാരവാഹികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇവിടെ വരുന്ന ഭക്തന്മാരായ ആളുകൾ ചോദിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിച്ചതെന്ന്. അപ്പോൾ ഈ ഭീഷണിപ്പെടുത്തുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ പറയുന്നത് വിവരം അറിയുന്നതാണ്. അനുവാദം ചോദിക്കുന്നത് ഭക്തന്മാരാണെന്ന് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ പറയുന്നു. ഈ ഭീഷണിപ്പെടുത്തുന്ന ആൾ അമ്പലത്തിൽ പോകുന്ന ആളാണോ? അയാൾ വിശ്വാസിയാണോ? അല്ലല്ലോ. വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് വിശ്വാസികളുടെ കേന്ദ്രമായ ക്ഷേത്രത്തിൽ എന്താ കാര്യം? അവരെന്തിനാണ് ഇടപെടുന്നത്? അവർ മറ്റേതെങ്കിലും ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ ഇതുപോലെ ഇടപെടുമോ? അതിന് ധൈര്യമുണ്ടോ? അതിന് നട്ടലുണ്ടോ? അങ്ങനെ ഇടപെട്ടാൽ വിവരം അറിയും. ആ ഭാഗത്ത് പോയാൽ വിവരം അറിയും. അപ്പോൾ ഇവർക്ക് കുതിര കയറാനുള്ള, തകർക്കാനുള്ള, നശിപ്പിക്കാനുള്ളതെല്ലാം ക്ഷേത്രങ്ങളാണ്, ക്ഷേത്ര വിശ്വാസമാണ്, ഇവിടുത്തെ ആചാരമാണ്. ബാക്കിയുള്ള ആചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. ഹിന്ദുവിൻ്റെ മെക്കിട്ട് കയറാനാണ് ഇവർക്ക് എപ്പോഴും താല്പര്യം. ശബരിമല അതിന് അവർ മാർഗമായി ഉപയോഗിക്കണം. ഇവിടെ കേന്ദ്ര സർക്കാർ നൽകിയ കോടിക്കണക്കിന് രൂപ പോലും ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്ത ആളുകൾ, അവർക്കെങ്ങനെയാണ്
ഈ വികസനത്തെക്കുറിച്ച് പറയാൻ എന്താ അവകാശം അവർക്കുള്ളത്? ശബരിമലയിൽ നിരവധി അയ്യപ്പ ഭക്ത സംഘടനകളും സേവന സന്നദ്ധ സംഘടനകളും നിരവധി സേവന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുമായിരുന്നു. അതൊക്കെ മുടക്കിയ ഒരു സർക്കാരാണിത്. അന്നദാനം കൊടുക്കാൻ ഇവർ സമ്മതിക്കുന്നുണ്ടോ? ആതുര ശുശ്രൂഷ നൽകാൻ സമ്മതിക്കുന്നുണ്ടോ? അമൃതാനന്ദമയി മിഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ അവിടെ വന്നിട്ട് സൗജന്യ സേവനം നടത്തുന്നത് വിലക്കിയ ഈ ആളുകൾക്ക് അയ്യപ്പ സേവാ സംഘം പോലെ അയ്യപ്പ സേവാ സമാജം പോലുള്ള സംഘടനകൾ സൗജന്യമായി അന്നദാനം നൽകുന്നത് വിലക്കിയ ഈ ദേവസ്വം ബോർഡിന്, ഈ സർക്കാരിന്, ഈ CPM-ന് ശബരിമല വികസനത്തെക്കുറിച്ചും ഭക്തന്മാരുടെ സൗകര്യങ്ങളെക്കുറിച്ചും പറയാൻ എന്ത് അവകാശമാണുള്ളത്? എല്ലാ സൗകര്യങ്ങളും അവർ എടുത്തു കളയാണ്, ഭക്തന്മാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. സൗജന്യമായി ചെയ്യാൻ സന്നദ്ധരായ ആളുകളെ പോലും വിലക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, ശബരിമലയിൽ നിന്ന് ഓടിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഭക്തന്മാരുടെ സൗകര്യം, വികസനം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതൊരു ഗിമ്മിക്കാണ്. ഞങ്ങളും ഹിന്ദുക്കളുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്, ഞങ്ങളും ക്ഷേത്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തറവേലയാണ്. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും അവർ ഇതുമായി ബന്ധപ്പെടുമ്പോൾ, ഇതുമായി തുനിഞ്ഞിറങ്ങുമ്പോൾ വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികൾ ഇതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിലും മാഷയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഈ സംസ്ഥാന സർക്കാരിൻ്റെ നീക്കങ്ങൾ യഥാർത്ഥ ഭക്തർ തിരിച്ചറിയുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.